കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ അടിപിടിയങ്ങ് തലസ്ഥാനത്ത് ചർച്ചയായിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായ ചേരിപ്പോരിൽ നടപടിയെടുത്തിരിക്കുകയാണ് എഐസിസി. കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. കെപിസിസി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർട്ടിയുടെ നിർണായക യോഗങ്ങളിൽ എടുക്കുന്ന രഹസ്യ തീരുമാനങ്ങൾ ചോരുന്നുണ്ടെന്നും തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും ദീപാദാസ് മുൻഷി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെ ഉടൻ കണ്ടെത്തണമെന്ന് തിരുവഞ്ചൂരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ഈ സമയത്ത് നേതാക്കൾക്കിടയിൽ അച്ചടക്കമില്ലായ്മയും ചേരിപ്പോരും വർദ്ധിക്കുന്നത് ദോഷം ചെയ്യുമെന്നും ഭാവിയിൽ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യമെങ്കിൽ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളണമെന്നും തിരുവഞ്ചൂരിനയച്ച കത്തിൽ ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ ഐക്യം ശക്തിപ്പെടുത്താനും പാർട്ടിയെ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടു നയിക്കാനും ലക്ഷ്യമിട്ടുള്ള മിഷൻ 2025ന്റെ പേരിൽ കോൺഗ്രസിൽ തർക്കം തുടങ്ങിയിട്ട് നാളേറെയായി. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിനായി മുതിർന്ന നേതാക്കൾക്ക് ജില്ലയുടെ ചുമതല നൽകിയതിൽ കെപിസിസി യോഗത്തിൽ കടുത്ത അതൃപ്തിയാണ് ഉയർന്നത്. ജില്ലാ ചുമതലകൾ വഹിക്കുന്ന കെപിസിസിയുടെ നിലവിലെ ജനറൽ സെക്രട്ടറിമാരാണ് തീരുമാനത്തിനെതിരെ പ്രധാനമായും വിമർശനം ഉന്നയിച്ചത്. വി.ഡി. സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുന്നുവെന്നായിരുന്നു ആരോപണം. കെപിസിസിയുടെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് കൈകടത്തുകയാണെന്ന ആരോപണവും കഴിഞ്ഞ ദിവസം ചേർന്ന ഭാരവാഹി യോഗത്തിൽ ചില അംഗങ്ങൾ ഉയർത്തി. വയനാട്ടിലെ യോഗത്തിലെ വാർത്ത പുറത്തുവിട്ടത് സതീശനാണെന്നും ചിലർ ആരോപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ അതൃപ്തിയാണ് യോഗം ബഹിഷ്കരിച്ചതിലൂടെ സതീശൻ പ്രകടമാക്കിയതെന്നാണ് സൂചന. എന്നാൽ അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി. വി.ഡി. സതീശനുള്ള പരോക്ഷ മറുപടിയാണ് ഇതെന്നായിരുന്നു ചിലർ ചൂണ്ടിക്കാണിച്ചത്. സതീശനുമായി പ്രശ്നങ്ങളില്ലെന്നും വിമർശനം പരിശോധിക്കുമെന്നും സുധാകരൻ പറയുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പരിധിവരെ അടക്കിപ്പിടിച്ച അതൃപ്തികൾ എല്ലാം ഓരോന്നായി പുറത്തു വരുന്നു എന്നാണ് സൂചന. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം നടത്തി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായാണ് മിഷൻ 2025 അവതരിപ്പിച്ചത്. വയനാട്ടിൽ കെപിസിസി ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് പ്രതിപക്ഷ നേതാവ് മിഷൻ 2025 അവതരിപ്പിച്ചത്. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വരാനാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ നിന്ന് പോലും പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നതോടെ ഭിന്നത എന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്. ഇതിനെ സാധൂകരിക്കുന്ന പ്രതികരണമാണ് കെപിസിസി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.